സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ കൂടെ ഈ അടുത്തിടെ യൂട്യൂബിൽ കണ്ട ഒരു സന്ദേശം, ഒരാശയം, അതിന് മലയാളികളുടെ ഇടയിൽ പൊതുവെ ലഭിച്ച അംഗീകാരവും കയ്യടിയും ആസ്പദമാക്കി അതിനെപ്പറ്റിയുള്ള എൻ്റെ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കട്ടെ. വിഷയം എന്താണ്? ദാമ്പത്യ ജീവിതം. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ പോരാ, വാർദ്ധക്യകാലത്തെ ദാമ്പത്യ ജീവിതം. അത് എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, അല്ലെങ്കിൽ നിലനിർത്താൻ സഹായിക്കുന്ന സമീപനം എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതിവൃത്തം, അദ്ദേഹത്തിൻ്റെ തീസിസ്. ഏത് യൂട്യൂബ് ചാനലാണെന്നോ ഇതാരാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം വ്യക്തികൾ എനിക്ക് പ്രശ്നമല്ല. ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിക്കുവാനോ ഒരു സ്ഥാപനത്തെ കൊച്ചാക്കാനോ താല്പര്യമുള്ള ആളല്ല. പക്ഷേ യാഥാർത്ഥ്യബോധം നമ്മളിൽ ഉണ്ടാകണമെന്നതുകൊണ്ട് നിലവിലിരിക്കുന്ന അവസ്ഥകളെയും യാഥാർത്ഥ്യങ്ങളെയും പരാമർശിക്കുക അനിവാര്യമാകുന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണദോഷം എന്താണ്? അദ്ദേഹത്തിൻ്റെ വലിയ പരിജ്ഞാനത്തിൽ നിന്ന്, അനുഭവ സമ്പത്തിൽ നിന്ന് അദ്ദേഹം ജനങ്ങളോട് കരുണ തോന്നി അവർക്ക് നൽകുന്ന ആശ്വാസവചനങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ എന്താണ്? അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വാർദ്ധക്യത്തിലാകുമ്പോൾ പരസ്പരമായുള്ള നിങ്ങളുടെ സ്നേഹം കുറയും. നിങ്ങൾ യുവക്കന്മാരായിരുന്നപ്പോൾ, ഭാര്യയും ഭർത്താവും യുവക്കന്മാരായിരുന്നപ്പോൾ, നല്ല ചോരത്തിളപ്പൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളെ വേണമായിരുന്നു. നിങ്ങൾ വലിയ സന്തോഷത്തോടുകൂടെ പരസ്പരം ഏർപ്പെട്ടു, കവിതാത്മകരമായി സംസാരിച്ചു, കഴിവിൻ്റെ അപ്പുറത്ത് പോയി പരസ്പരം സന്തോഷത്തിൽ വസിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. എന്നാൽ കാലക്രമേണ നിങ്ങളുടെ ഉള്ളിലെ ഈ ആവേശം മങ്ങി ഈ വാർദ്ധക്യമായപ്പോൾ ആ വിളക്ക് കെട്ടുപോയി. ഇപ്പോൾ പരസ്പരം കാണുമ്പോൾ ഒരു ഈർഷ്യയാണ്, ഒരു അധികപ്പറ്റാണ്. ഇല്ലായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നലാണ്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോഴുള്ള ദാമ്പത്യ ജീവിതം ഉപേക്ഷിച്ച് മറ്റുള്ള പശ്ചാമേൽപ്പുറങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്നു എന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് എന്ന് അദ്ദേഹം അറിയുകയും അതിലുള്ള അദ്ദേഹത്തിൻ്റെ ന്യായമായ സങ്കടം അല്ലെങ്കിൽ ആ ഒരു ചിന്താഭാരം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ എങ്ങനെ നാം നേരിടാം, അതിനെ അതിജീവിക്കാം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ സാരാംശം. അത് ഞാൻ എൻ്റെ കാതലാഭാവത്തിലേക്ക് ഇപ്പോൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സ്ത്രീ എപ്രകാരം ഈ അവസ്ഥയെ കാണണം. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു ഗേറ്റ് കീപ്പറെ നിർത്തണമെങ്കിൽ ഒരു 20,000 രൂപ മാസം കൊടുക്കണം. എന്നാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഒരു ഗേറ്റ് കീപ്പറെ ആവശ്യമില്ല. അദ്ദേഹം നിങ്ങളുടെ സുരക്ഷിതത്വമൊക്കെ നോക്കിക്കോളും. രാത്രി വന്ന് നിങ്ങളുടെ കട്ടിൻ്റെ ഒരു മൂലയിൽ ശല്യം ചെയ്യാതെ കിടന്നോളും. നിങ്ങൾക്ക് 1 രൂപ പോലും കൊടുക്കണ്ട. അങ്ങനെയുള്ള ഒരു ഗേറ്റ് കീപ്പറെ നിങ്ങൾ ഉപേക്ഷിച്ച് വേറെ വല്ലയിടത്തും പോകുന്നത് ബുദ്ധിയാണോ? അത് മണ്ടത്തരമല്ലയോ? അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള വിവാഹ ബന്ധത്തിൽ തന്നെ കഴിഞ്ഞുകൂടണം. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വലിയ കൈഡി, നല്ല ശുദ്ധമലയാളത്തിൽ പറഞ്ഞാൽ അപ്ലാസ് കിട്ടി. പിന്നെ ഭർത്താവിനോടുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു പാചകക്കാരിയെ നിർത്തണമെങ്കിൽ കുറഞ്ഞത് ഒരു 10,000 രൂപ കൊടുക്കണം. ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം 3 തവണ മേശപ്പുറത്ത് വരുന്നു. രാത്രിയാകുമ്പോൾ കട്ടിൻ്റെ ഒരു മൂലയിൽ അവർ കിടക്കുന്നു. അത് തുടരുന്നതല്ലേ ബുദ്ധി? വേറെ ഒരിടത്തും പോയി ഇപ്പോൾ ഒരു വേലക്കാരിയെ കൊണ്ടുവന്ന്, ഇപ്പോൾ ഭാര്യ പോയി കഴിഞ്ഞാൽ ആഹാരം കഴിക്കണ്ടേ? അപ്പോൾ വേലക്കാരിയെ കൊണ്ടുവരുന്നു 12 രൂപ കൂടുതൽ ചിലവാക്കുകയല്ലേ? അത് ഇപ്പോഴുള്ളതിൻ്റെ ഭാര്യ അതിനാവശ്യമില്ലാത്ത സ്ഥിതി തന്നെ കാക്കുന്നില്ലേ? അതുകൊണ്ട് ഇതങ്ങ് തുടർന്നു പോയാൽ പോരെ?
ഇതിൻ്റെ വെളിയിൽ ചാടുന്ന വലിയ മണ്ടത്തരമല്ലേ, സാമ്പത്തികമായ വലിയൊരു അപകടമല്ലേ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരമകോടിയിലെത്തി. വീണ്ടും അപ്ലാസ് വാങ്ങിച്ച് അദ്ദേഹം മടുത്തു. പ്രിയമുള്ളവരെ, ഇത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് പൊടിഞ്ഞു പോയി. സത്യം ഞാൻ പറയാം, ദാമ്പത്യ ജീവിതത്തെപ്പറ്റി ഇതിനേക്കാൾ മനുഷ്യനെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന ചരിത്രത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യ മനസ്സിൽ ഒരിക്കലും വരരുതാത്ത ഒരു ചിന്തയാണ്. ഇതിന് ഇംഗ്ലീഷിൽ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയും. അതായത് ലോകത്തിലുള്ള എല്ലാറ്റിനെയും നാം അതിൻ്റെ ഉപയോഗം വെച്ച് മാത്രം കാണുക. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇൻസ്ട്രുമെൻ്റലൈസേഷൻ. അതൊരു ഉപകരണമായിട്ട്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഉപകരണമാണ്. ഇപ്പോൾ നാം പല്ല് തേക്കുന്നു, അതൊരു ഉപകരണമാണ്. അതിൻ്റെ ബ്രിസിൽസ് എല്ലാം തേഞ്ഞ് വാഞ്ഞ് പോയാൽ നമ്മളെടുത്ത് കളയുന്നു. അതാണ് ഉപകരണം ഉപയോഗിച്ച് അതിൻ്റെ കാലഹരണപ്പെടുമ്പോൾ അത് ഉപയോഗിക്കുന്നു. എവറി ടൂൾ ഈസ് മെൻറ്റ് ടു ബി ഡിസ്കാർഡഡ്. ഇതാണ് ഇന്നത്തെ തത്വം. ഇത് ഈ പറയുന്ന മാന്യനെ അറിഞ്ഞുകൂടാ. പോട്ടെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഉപകരണത്തിൻ്റെ മൂല്യമേ ഉണ്ടാകാവൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ഹാവ് ഫോർ ഈച്ച് അതർ ഓൺലി ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ. ഭർത്താവ് ഒരു മനുഷ്യനല്ല, വികാരവും ആത്മാഭിമാനവും പ്രത്യേകതയുള്ളൊരു വ്യക്തിത്വമല്ല, ദൈവം നൽകിയ അനുഗ്രഹമല്ല, ആജീവനാന്തം കൂടെ സഞ്ചരിച്ച ഒരു സഞ്ചാരിയല്ല, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശരീരമായവരാണ്. അതൊന്നും സാരമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വില എന്താണ്? അദ്ദേഹം നല്ല ഒരു ഗേറ്റ് കീപ്പറാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴൊക്കെ ഗേറ്റ് കീപ്പേഴ്സിനൊക്കെ വെച്ചാൽ ഇപ്പോൾ പല സംഭവങ്ങൾ കേൾക്കുന്നു. അന്യ സംസ്ഥാന ആളുകളെ കൊണ്ട് ഇങ്ങനെ പണി ചെയ്യിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ തല കാണത്തില്ല, രക്തം കൊണ്ട് ഒലിച്ച് കിടക്കുന്നത് കാണാം. അതൊന്നുമില്ലാതെ ഇയാൻ അതൊന്നും ചെയ്യത്തില്ല. ഗേറ്റ് കീപ്പറാണ്. രാത്രി വന്ന് ശല്യം ചെയ്യാതെ കട്ടിലിൻ്റെ ഒരു മൂലക്കത്തേം കിടക്കുന്നു. നിങ്ങൾക്ക് തല പോകുമോ എന്ന് പേടിക്കാതെ ഉറങ്ങാം. അപ്പോൾ ഗേറ്റും കാക്കുന്നു, ബെഡ്റൂമും കാക്കുന്നു, കൂലിയും കൊടുക്കണ്ട, ശല്യവുമില്ല. എന്തൊരു നേട്ടമാണെന്ന് ആലോചിച്ചോ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കടാ ഇവൻ്റെ തലമണ്ട അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ ഒരു പുരുഷനെ ഇതിനേക്കാൾ കൂടുതൽ അപമാനിക്കാനൊക്കത്തില്ല. ഇദ്ദേഹം പറയുന്ന പൊതുവായ ഒരു തത്വമാണ് പറയുന്നത്, ജനറൽ പ്രിൻസിപ്പിൾ. അപ്പോൾ എല്ലാ പുരുഷന്മാർക്കും അവർ പ്രായമായി കഴിഞ്ഞാൽ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നൊരു പുതിയ ജോലി കിട്ടും. അതാണ് അവരുടെ വില. ഒരു ഹസ്ബൻഡിൻ്റെ വില എന്താണ്? നിങ്ങളിപ്പോൾ സാധാരണ ഒരു ഗേറ്റ് കീപ്പറെ ഹയർ ചെയ്താൽ അവൻ എന്ത് കൊടുക്കും? 20,000 രൂപയാണ്, 20,000 രൂപ, 26,000 ആണ്, 25,000 രൂപ. അതാണ് ഒരു ഭാര്യ ഭർത്താവിന് കൽപ്പിക്കേണ്ട വില. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ വെറും ഗേറ്റായിട്ട് മാറ്റി. ഭർത്താവിൻ്റെ റെലവൻസ് എവിടെയാണ്? ഗേറ്റായിട്ട് മാറ്റി. ഇത് സഭയിലും സംഭവിക്കുമെന്ന് യേശു പറയുന്നുണ്ട്. യേശുവിനെ ഗേറ്റ് കീപ്പറാക്കി. ഇപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ലവോദിക്കയ സഭയിൽ യേശുവിനെ ഗേറ്റ് കീപ്പറാക്കി. അതുകൊണ്ടാണ് യേശു പറയുന്നത്, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഗേറ്റ് കീപ്പറാണെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ എവിടെയൊക്കെ നാം മനുഷ്യനെയോ ദൈവത്തെയോ ഉപകരണമായി ഉപയോഗിക്കുന്നുവോ അവിടെയെല്ലാം ഈ തത്വമുണ്ട്. അത് മിടുക്കാണ് എന്ന് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഈ മാന്യദേഹത്തിന് ഈ വലിയ മോഡേൺ ബുദ്ധയെ പോലെയുള്ള വലിയ എൻലൈറ്റൻമെൻറ്റ് പ്രാപിച്ച മനുഷ്യർ ഇഷ്ടം പോലെ അപ്ലാസ് കിട്ടി. ഫാൻറ്റാസ്റ്റിക്, ഇതെൻ്റെ തലച്ചോറിൽ ഉദിച്ചില്ലല്ലോ എന്നതാണ് പലരുടെയും ചിന്ത. അത് പറയുമ്പോൾ അദ്ദേഹം ലോകത്തിലെ അവസാനത്തെ സത്യം വെളിപ്പെടുത്തിയ ഒരു ഒറക്കിൾ പോലെ ഇരുന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിമോശം, വിവരമില്ലായ്മ, വിവരക്കേട് എത്ര ഘോരമാണ് നിങ്ങൾ ആലോചിക്കണം. ഭാര്യയോ നല്ലൊരു കുക്ക്. എൻ്റെ ഇളയ മോള് 4 വയസ്സോ 5 വയസ്സോ ഉള്ളപ്പോഴേ
ഒരു ദിവസം എൻ്റെ ഭാര്യ നല്ലൊരു ആഹാരം ഉണ്ടാക്കിയപ്പോൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മമ്മി യുവർ എ ഗുഡ് കുക്കർ എന്ന് പറഞ്ഞ പോലെ ഭാര്യ ഒരു നല്ലൊരു കുക്കറാണ്. പക്ഷേ എന്താണ്, കൂലി കൊടുക്കണ്ട, മാസശമ്പളം വേണ്ട. ഇതാണോ ഒരു ദാമ്പത്യ ജീവിതം? ഈ പറയുന്നയാൾ ഈ വിവരം, ഈ ആശയം വിളമ്പിക്കൊടുക്കുന്ന ഈ മഹാന് ദാമ്പത്യ ജീവിതത്തെ പറ്റിയുള്ള ധാരണ എന്താണ്? അയ്യോ, എനിക്ക് വസ്തുത കേട്ടപ്പോൾ ഭയം തോന്നി, ധർമ്മരോഷം തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരാശയം നിങ്ങളോട് ഈ ഒരു സാഹചര്യം നമ്മെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരുഷനും സ്ത്രീയും ഒന്നായിത്തീരുന്ന ഈ അഭൗമമായ അനുഭവം. അതിൻ്റെ ഉദ്ദേശം എന്താണ്? വേണ്ട, മനുഷ്യബന്ധങ്ങളുടെ പൊതുവെയുള്ള ഉദ്ദേശം എന്താണ്? ഇത് പരക്കെ അവഗണിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ലോകത്തിൽ മനുഷ്യബന്ധത്തിൻ്റെ അടിത്തറ പാകിയത് ദൈവം തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നാൽ ദൈവം എപ്പോഴെങ്കിലും അടിത്തറ പണിയുമ്പോൾ, ഇത് മാറ്റമില്ലാത്തൊരു തത്വം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവം എവിടെയൊക്കെ അടിത്തറ പണിയുന്നു അവിടെയെല്ലാം അതിൻ്റെ മേൽ ദൈവികമായി പണിയുവാൻ മനുഷ്യന് കടമയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബന്ധമെന്നത് ദൈവം നൽകിയ ഒരടിത്തറയാണ്. അന്നു മുതൽ ഒരു സ്ത്രീയും പുരുഷനും ഒന്നാകാൻ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ഒന്നായി ചേരുന്ന ആ ഒരു അനുഭവം തൊട്ട് മരിക്കുന്നത് വരെയും അവർ ആ അടിത്തറയിൽ പണിയേണ്ടവരാണ്. പണിയുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇപ്പോൾ ഇല്ലാത്തത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ അതിൻ്റേതായ സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇഷ്ടിക വാങ്ങിച്ചു, സിമൻറ്റ് വാങ്ങിച്ചു, മണൽ വാങ്ങിച്ചു, തടി വാങ്ങിച്ചു, മറ്റും. എന്നാൽ ഈ ദൈവം സ്ഥാപിച്ച അടിത്തറയിൽ സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരുന്ന ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് ആ അടിത്തറയിൽ അവർക്ക് പണിയാനുള്ളത്, ശ്രദ്ധിക്കണം, അവർക്ക് പണിയാനുള്ളത് വീടല്ല, അവർക്ക് പണിയാനുള്ളത് അവരുടെ ഒന്നായിത്തീർന്ന ആ ശരീരത്തിൻ്റെ വ്യക്തിത്വം, ദ പേഴ്സണാലിറ്റി ഓഫ് ദ ന്യൂ ബോഡി. അവർ ഒരുമിച്ച് വളരണം. ഈ ഒരുമിച്ച് വളരുമ്പോൾ രണ്ടുപേരും ഒരുപോലെ വളർന്നെങ്കിൽ മാത്രമേ ഒരുമിച്ച് വളരാൻ സാധ്യമാകൂ. നമ്മുടെ രണ്ട് കൈ പോലെയാണ്. ഇത് സ്ത്രീയാണെങ്കിൽ, ഞാനിപ്പോൾ വലത് കൈയാണ് സ്ത്രീയായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകാരെന്നെ കുറ്റം പറയും. ഇത് പുരുഷനാണ്. ഇത് സ്ത്രീയാണെങ്കിൽ ഇത് പുരുഷനാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് കൈയും ഒരുപോലെയാണ് വളരേണ്ടത്. അല്ല, ഒരു കൈ വളർന്ന് മറ്റേത് അതുപോലെ നിന്നാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ ആ നിമിഷം തൊട്ട്, ആ വ്യത്യാസം ഉടലെടുക്കുന്ന നിമിഷം തൊട്ട് ഫ്രിക്ഷനായിരിക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിമിഷ്ടവും ഫ്രിക്ഷനും ഒക്കെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഒന്നിൽ അവർ വളരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വളർച്ച സമാനമല്ല. ഭൂരിപക്ഷം ആളുകളും വളരുന്നില്ല. അപ്പോൾ വളരാത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു? വളരാത്ത അവസ്ഥയിലാണ് ബോർഡം ഉണ്ടാകുന്നത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അയ്യോ ബോറടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബോറടി എന്ന പദപ്രയോഗം തന്നെ എനിക്ക് കേട്ടാൽ എനിക്ക് ചിരി വരും. കാരണം എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനൊരു പദമില്ലായിരുന്നു. ബോറടി എന്ന പദം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കുന്നത് 1983 ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. അതിന് മുമ്പ് ഇങ്ങനൊരു പദം ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഈ ബോറടി, ഈ അടിയും ബോറടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബന്ധം എന്താണ്? അപ്പോൾ അത് മറ്റൊരു വിഷയം, ഭാഷാപരമായ പ്രശ്നമാണ്. ഇവിടെയൊക്കെ മനുഷ്യൻ വളർച്ച അനുഭവിക്കുന്നു. അവിടെ ബോർഡത്തിന്, വിരസതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. അനുദിനം നിങ്ങൾക്ക് ബോർഡമുണ്ടോ? ഞാൻ മരുന്ന് പറഞ്ഞുതരാം. അനുദിനം വളരുവാൻ ശ്രമിക്കുകയും, വളരാതെ ഇങ്ങനെ വിറങ്ങലിച്ച് കിടക്കുന്നവർക്ക് ജീവൻ നൽകുന്ന ശിക്ഷയാണ് ബോർഡം. ഇതാരും മനസ്സിലാക്കുന്നില്ല. ബോർഡം ഇസ് എ പണിഷ്മെൻറ്റ് ഫോർ നോട്ട് ഡെവലപ്പിംഗ് യുവർ സെൽഫ്. നമ്മുടെ ജീവിതം അനന്തമായ ഒരു ആവേശവും ഒരു ആഘോഷവുമാകണം. ദൈവം അങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ചത്. അവൻ്റെ ശ്വാസം നമ്മൾ പ്രവർത്തിക്കുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് ഈ ബോർഡം ഉണ്ടാകുന്നത്?
ഞാൻ സത്യമായവരോട് പറയുന്നു, ബോർ അടിച്ചു എന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സത്യമായി ഉണ്ടായിട്ടില്ല. ആവേശം കൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തിൽ നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ആത്മാർത്ഥമായിട്ട് ഹല്ലേലൂയ പറയാൻ കഴിയും. ഞാൻ മറുഭാഷ പറയത്തില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും ഹല്ലേലൂയ പറയാറുണ്ട്. അതുകൊണ്ട് ഈ വളർച്ച, ബന്ധത്തിൻ്റെ ദൈവികമായ ലക്ഷ്യം വളരുക എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ആദാമിനെ കണ്ടിട്ട് ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല. എന്തുകൊണ്ടാണ് നല്ലതല്ലാത്തത്? മനുഷ്യൻ ഏകനായിരുന്നാൽ അവന് വളരുവാൻ വേണ്ടത്ര സഹായമോ പ്രേരണയോ ഉണ്ടാകുകയില്ല. ഒരു ഭാര്യയുടെ കടമ എന്താണ്? ഉത്തമമായ കടമ എന്താണ്? അനിവാര്യമായ കടമ എന്താണ്? ഭർത്താവ് വേണ്ടതുപോലെ വളരുവാൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി സഹായിക്കുക. ഒരു ഭർത്താവിൻ്റെ കടമ എന്താണ്? അവൻ്റെ ഭാര്യ അവളുടെ വ്യക്തിത്വത്തിൽ വളർന്ന് ശോഭിക്കുവാൻ അവൻ്റെ സർവ്വ കഴിവും പ്രയോഗിച്ച് സഹായിക്കുക. അങ്ങനെ പരസ്പരം വളരുന്ന ഒരു ബന്ധം, അതിനെ പിടിച്ചു കുലുക്കുവാൻ സാത്താൻ ശ്രമിച്ചാൽ സാധ്യമല്ല. അതിലൊന്നുമില്ലാതെ രണ്ടുപേരും പരസ്പരം രണ്ട് ഉപകരണങ്ങളായി, ലൈംഗികതയുടെ ഉപകരണങ്ങളായി ഉപയോഗിക്കുമ്പോൾ ഓരോ ദിവസവും ഇരുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിക്കുകയാണ്. അവിടെ സ്നേഹത്തിന് സ്ഥാനമില്ല. പിന്നെ ഈ വളയത്തിൽ നിന്ന് ചാടിപ്പോകാൻ വയ്യ എന്നതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളിനകത്ത് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതം നയിക്കുന്ന ആളുകൾ ഈ ഭൂമിയുടെ പരപ്പിൽ നന്നേ കുറവാണ്. പാശ്ചാത്യ സംസ്കാരത്തിൽ മനുഷ്യർ കുറച്ചുകൂടെ സത്യസന്ധതയുള്ളതുകൊണ്ട്, അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ട്, അവരുടെ താരിപ്പുകളും അവരുടെ സാമൂഹ്യ നിബന്ധനകളും അത്ര ശക്തമല്ലാത്തതുകൊണ്ട് അവരിത് കുറേയൊക്കെ സഹിച്ചിട്ട് പിന്നെ അങ്ങ് ചാടിപ്പോവും. വേറെ എവിടെയെങ്കിലും പോയി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങും. അന്ന് തൊട്ട് വേറെ പ്രശ്നം തുടങ്ങും. അതങ്ങനെ പോകുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അന്ത്യം വരെ ഇത് ഇങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ അങ്ങനെ ജീവിക്കാനുള്ള കഴിവെന്താണ്, അച്ചടക്കം എന്താണ്, വ്യക്തിത്വം എന്താണ്, അറിവെന്തായിരിക്കും, ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് യാതൊരു ചിന്തയുമില്ല. അന്ത്യം വരെ നിന്നോണം. പക്ഷേ അതിനുള്ള വഴിയൊന്നും ഞാൻ തരത്തില്ല. ഇപ്പോൾ ഫറവോൻ വൈക്കോലില്ലാതെ ഇഷ്ടിക ചുടാൻ പറഞ്ഞ പോലെയാണ്, നിങ്ങൾ അന്ത്യം വരെയും ജീവിച്ചോണം എന്ന് പറഞ്ഞു. ജീവിക്കാനുള്ള മാർഗ്ഗം എന്താണ്, വഴി എന്താണ്, റിസോഴ്സ് എന്താണ്, ഏത് അടിസ്ഥാനത്തിലാണ്, ആർക്ക് പറഞ്ഞുകൂടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവിൽ ഈ ഒരു ദർശനമില്ല. നാം വ്യക്തമായി മനസ്സിലാക്കണം. അങ്ങനെ പരസ്പര ഉത്തരവാദിത്വ ബോധത്തിൽ തങ്ങളുടെ വിവാഹ ജീവിതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃത്വം എന്ന് പറയുന്ന ഈ പുതിയ അസ്തിത്വത്തെ, ദ ന്യൂ ഐഡൻറ്റിറ്റി, വൺ ഫ്ലെഷ്, അതിനെ നിരന്തരമായി വളർത്തുവാൻ ഉള്ള ഒരു കരുതൽ. അത് ട്യൂട്ടോറിയൽ എഴുതുന്ന പോലെയും പരീക്ഷ എഴുതുന്ന പോലെ അല്ല. പരസ്പരമായ സ്നേഹത്തിലും കരുതലിലും ഓരോരുത്തരും രണ്ടുപേരും പരസ്പരമുള്ള ദൈവം നൽകിയിട്ടുള്ള സാധ്യതകളെ വിശ്വസിച്ചും മാനിച്ചും അത് വളർത്തിയെടുക്കാനുള്ള ചുമതല എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടും അതിനുവേണ്ടി പരസ്പരം സഹായിക്കുന്നൊരു ബന്ധമാണ് യഥാർത്ഥത്തിലുള്ള ദാമ്പത്യ ബന്ധം. അതില്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അതില്ലാത്തപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞതുപോലെ ബോർഡം ഉണ്ടാകുന്നു. കണ്ടാൽ ദേഷ്യം, സഹിച്ച് നിൽക്കുന്നു എന്ന് മാത്രം. അപ്പോൾ വിചാരിക്കും ഒരു പരീക്ഷണം വെളിയിൽ നടത്തിയാലോ. എങ്ങും വിജയിക്കാറില്ല. കാരണം നമ്മുടെ കാഴ്ചപ്പാടിങ്ങനെ ആയിരിക്കുന്നത്തോളം കാലം നമ്മുടെ രോഗത്തിന് ശാന്തി വരികയില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് നിലനിർത്താനായിട്ട് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം എന്ന അർത്ഥത്തിലാണ് ഈ യൂട്യൂബ് ബുദ്ധ പറയുന്നത്. ഭർത്താവിനെ ഒരു ഗേറ്റ് കീപ്പറായിട്ട് കണ്ടു, ഭാര്യയെ ഒരു കുക്കായിട്ട് കണ്ടു. അപ്പോൾ നിങ്ങൾ സന്തോഷം, ഹല്ലേലൂയ. എന്തൊരു അപകടമാണ്. ഇനിയും ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞു നിർത്താൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് ഇദ്ദേഹം പറയുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്ത കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം 30 വർഷം 40 വർഷം കൊണ്ട് സമ്പാദിച്ചത് എന്താണ്? ജീവിത സായാഹ്നത്തിൽ ഒരാൾ ഗേറ്റ് കീപ്പറായി, ഒരാൾ കുക്കായി. ഇപ്പോൾ നിങ്ങൾ ഭാര്യയുമല്ല ഭർത്താവുമല്ല, നിങ്ങൾ കുക്കാണ്, നിങ്ങൾ ഗേറ്റ് കീപ്പറാണ്. മനസ്സിലാക്കണം. ഒരു ആയുസ് കൊണ്ട് നിങ്ങൾ നേടിയെടുത്തത് എന്താണ്? ഇതാണ്. ഒരാൾ കുക്കാണ്, ഒരാൾ ഗേറ്റ് കീപ്പറാണ്. നിങ്ങളുടെ വ്യക്തിത്വം എവിടെ പോയി?
അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് യുവതീവാക്കന്മാരായ ഭാര്യാഭർത്താക്കന്മാർ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ പരിശുദ്ധമായൊരു കടമ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പരിശുദ്ധമായ കടമ എന്താണ്? നിങ്ങളെ തന്നെ വളർത്തുവീൻ, ആകാശം മുറ്റ വളരുവീൻ. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള പ്രത്യേകമായ താലന്തുകൾ, അതുകൊണ്ടാണ് താലന്തുകളുടെ ഉപമ നമുക്ക് നൽകിയിരിക്കുന്നത്. അതെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആകാശം മുറ്റ വളർത്തുവീൻ. കടുകുമണിയുടെ ഉപമ പറയുന്നില്ലേ? അത് പൊട്ടിമുളച്ച് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെയും പോകണം. അതാണ് നമുക്കുള്ള മാനദണ്ഡം. നമ്മുടെ ജീവിതം, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നിരന്തരമായ വളർച്ചയുടെ ഭൂമിയുടെ അറുതി വരെയും ചെല്ലുന്ന ആഹ്ലാദത്തിൻ്റെ അനുഭവമാകണം. അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നുപോലെ. അവിടെയാണ് തുല്യത, വളർച്ചയിൽ തുല്യത. എല്ലാവരും കാക്ഷിക്കുന്ന സാമൂഹികമായ തുല്യത, സാമ്പത്തികമായ തുല്യത, പിന്നെ കമ്മിറ്റിയിൽ അംഗം ആകണം, പിന്നെ അച്ഛനായിട്ട് കൂട്ടിട്ടുകൊണ്ട് നടക്കണം. ഇതൊക്കെ വെറും ഇതിനകത്തൊന്നും ഒരു കുന്തവുമില്ല. സ്ത്രീകൾക്ക് പട്ടം കൊടുക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അതിനേക്കാൾ അരോചകമായൊരു കാര്യം, അർത്ഥമില്ലാത്തൊരു കാര്യം. ദൈവത്തെ ആരാധിക്കാനും സ്നേഹിപ്പാനും മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ ഫാൻസി ഡ്രസ്സ് വേണമെന്നാണോ പറയുന്നത്? പോട്ടെ, മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് മക്കളുമുണ്ട്, കൊച്ചുമക്കളുമുണ്ട്. പരസ്പരം ഇങ്ങനെ ഗേറ്റ് കീപ്പറും കുക്കുമായിട്ട് കളിച്ച് നടന്നു. നിങ്ങളുടെ മക്കൾ നിങ്ങളെ എങ്ങനെ കാണും? അവരുടെ മുമ്പിൽ നിങ്ങൾ ആരായിത്തീരും? അവരേത് കണ്ണുകൊണ്ടാണ് നിങ്ങളെ കാണേണ്ടത്? നിങ്ങളുടെ മക്കളുടെ കണ്ണിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് തോന്നണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ? എനിക്കുണ്ട്. നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളെ സ്നേഹത്തോടും സന്തോഷത്തോടും അല്പം പ്രതീക്ഷയോടും കാണണം എന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ? എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യൂട്യൂബ് സിസ്റ്റം കൊണ്ട് നിങ്ങൾക്ക് എങ്ങും ചെന്നെത്താൻ ഒക്കില്ല. നിങ്ങൾ ഗേറ്റ് കീപ്പർ ആകേണ്ട, കുക്കുമാകേണ്ട. നിങ്ങൾ മനുഷ്യരായി തീർന്നാൽ മതി. നിങ്ങൾ വളരണം, മനുഷ്യത്വത്തിലേക്ക് വളരണം. മനുഷ്യത്വത്തിൻ്റെ വിത്തുകൾ മാത്രമായിട്ടാണ് നാം ജനിക്കുന്നത്. നാം മനുഷ്യത്വത്തിൻ്റെ കടുകുമണികൾ മാത്രമാണ്. അത് പൊട്ടിമുളച്ച് ലോകത്തിൻ്റെ അറുതി വരച്ച് ചെല്ലണം എന്നാണ് ദൈവത്തിൻ്റെ താല്പര്യം. അപ്രകാരം വളരുവാൻ ആദ്യം മുതലേ പരസ്പരം സഹായിക്കുകയും ഒരുമിച്ച് അതിനുവേണ്ടി മുതിരുകയും മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ദമ്പതികളാരും തന്നെ അവരുടെ വാർദ്ധക്യത്തിൽ ഗേറ്റ് കീപ്പർ കളിക്കേണ്ട ആവശ്യമില്ല, കുക്ക് കളിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മേന്മ, അവരുടെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം കൊണ്ട് അവരുടെ കുടുംബത്തിൽ പ്രകാശമുണ്ടാകും. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അല്ല യൂട്യൂബ് സിസ്റ്റം കൊണ്ട് നടക്കരുത്. ഉടനെ അതിന് അപ്ലോസ് കൊടുക്കുക. അത് തിരുത്തുന്നതിന് പകരം എത്രയോ ആ ഒറ്റ വീഡിയോ 7 ലക്ഷം പേര് കണ്ടിരിക്കുന്നു. ഞാൻ കാണുമ്പോൾ ഇതിപ്പം 10 ദിവസം മുമ്പാണ് ഞാൻ കണ്ടത്. 7 ലക്ഷം പേര് കണ്ടിരിക്കുന്നു. അവർക്കെല്ലാം അങ്ങ് എക്സൈറ്റ്മെൻറ്റാണ്. ആ കമൻറ്റ് കോളം നോക്കിയാൽ നമുക്കറിയാം. ഇത്ര വലിയ ഒരു ബുദ്ധി പ്രാപിച്ചല്ലോ, നമ്മുടെ ഒരു ബുദ്ധനുണ്ടല്ലോ എന്നാണ് പേര്. ഇതൊക്കെ കാണുമ്പോൾ നാം എത്രമാത്രം അധപ്പതിച്ചുവെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ക്വാളിറ്റി ഇത്രമാത്രം തരം താഴ്ന്നു പോയല്ലോ എന്നോർക്കുമ്പോൾ ദുഃഖം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. അതിനെപ്പറ്റി ശ്രദ്ധിക്കണം. വലിയ 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 അപ്രമേയമായ സാധ്യതകളുടെ പടിവാതിക്കൽ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം അതിൽ നിന്ന് മുഖം തിരിച്ച് വേറെ എവിടെയോ നോക്കി, നമ്മൾ മലയാളത്തിൽ പണ്ട് പറയത്തില്ലേ, വായ നോക്കി അത് നാം നടക്കുകയാണ്. അവിടെയും പോയി ഇവിടെയും പോയി. ആലപ്പുഴ കൃപാസനത്തിൽ പോയി, എറണാകുളത്ത് ഹെവൻലി ഫീസ്റ്റിൽ പോയി, കൊട്ടാരക്കര വേറൊരു കാടൻ്റെ വീട്ടിൽ പോയി കാല് പിടിച്ചു. ഇങ്ങനെ നികൃഷ്ടമായി നമ്മൾ നടക്കുകയാണ്. കാരണം ദൈവം നമുക്ക് നൽകിയ മാനദണ്ഡം അറിയാൻ പോലും നാം കൂട്ടാക്കിയില്ല. അതിലേക്കൊരു ചുവട് വെക്കാൻ നാം ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഉണരുവീൻ. നെഹെമ്യാ
നെഹമിയാവ്, മലയാളത്തിൽ നെഹമിയാണ്, നെഹമിയാവ് എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ നെഹമായ എന്ന് പറയും. നെഹമിയ പ്രവാചകന് കൊടുത്ത ദർശനമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റൈസ് അപ്പ് ആൻഡ് ബിൽഡ്. എഴുന്നേറ്റ് പ്രവർത്തിപ്പീൻ, എഴുന്നേറ്റ് സൃഷ്ടിക്കുവീൻ എന്നാണ്. റൈസ് അപ്പ് ആൻഡ് ബിൽഡ്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. റൈസ് അപ്പ് ആൻഡ് ബിൽഡ്. അനുഗ്രഹിക്കട്ടെ.